വളരെ വൈസായിട്ട് ക്യാഷിനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, വീഡിയോയിലും എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അങ്ങനെ വളരെ വൈസായിട്ട് ഒരു സാധാരണക്കാരൻ യൂസ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു മാജിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് റിട്ടയർമെൻറ്റ് ഗോൾസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ റിട്ടയർമെൻറ്റും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോളും സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു ക്ലയൻറ്റിനെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേര് ഇർഷാദ് മുഹമ്മദ് എന്നാണ്. അതിൻ്റെ വീട് കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടെയാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടി ഉപകാരമാകട്ടെ എന്ന് വെച്ചിട്ടാണ്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടൊരു പ്രവാസിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ 25 വയസ്സേ ഉള്ളൂ, വളരെ ചെറുപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം 45-ാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാഷൻ ട്രാവലിംഗ് ആണ്. ഓരോ മാസവും പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഓരോ മാസവും അദ്ദേഹത്തിന് വേണ്ട ഒരു എമൗണ്ട് ഞാൻ നിങ്ങളോട് പറയാം. 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലൈഫ് ടൈമായിട്ട് ലഭിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അത് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 20,000 രൂപയാണ്, 20,000 rupees പെർ മന്ത് ഫോർ 20 years. അതായത് 25-ാമത്തെ വയസ്സ് മുതൽ 45-ാമത്തെ വയസ്സ് വരെ. അതിനുശേഷം ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ഈ 3 lakhs പെർ മന്ത് കിട്ടുകയും വേണം. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഗ്രോ ആവുകയും ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളതെങ്ങനെയാണ് ഇർഷാദിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഗോൾ ഉണ്ടാക്കാനും റിപ്പോർട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ നല്ല നിലയിലൊക്കെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. അതിനോടൊപ്പം ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ച് ഡീറ്റെയിൽസ് കൂടി നോട്ട് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇർഷാദിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ഇർഷാദിന് വേണ്ടി റിപ്പോർട്ട് പോർട്ട്ഫോളിയോ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇർഷാദിൻ്റെ പെർ മന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 rupees ആയിരുന്നു, 20,000 രൂപ മാത്രമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു 5 ലക്ഷം രൂപയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അദ്ദേഹത്തിന് ലംസം എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 20 years ആണ്, 20 വർഷമാണ്. നമുക്കൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഒരു 15% നോക്കാം. കാരണം മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും SIP ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഒരു 25%, 30% മുകളിലൊക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഒന്നും റിട്ടേൺ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. മാർക്കറ്റിൽ ചിലപ്പോൾ വോൾട്ടിലൊക്കെ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു 15% റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇർഷാദിന് എത്ര രൂപ ഉണ്ടാകും നോക്കാം. ഇർഷാദിന് 45 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇർഷാദിന് 47-ാമത്തെ വയസ്സ് മുതലാണ് ഇർഷാദിന് ഈ പറയുന്ന 3 ലക്ഷത്തിൻ്റെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇർഷാദിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം. ഇർഷാദിന് 20,000 rupees നമ്മൾ 4 മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയിട്ടാണ് ചെയ്തത്. അതിൽ ഇൻഡെക്സ് ഫണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ എക്വിറ്റിയിലേക്കാണ് ബാക്കിയെല്ലാം ഇൻവെസ്റ്റ് ചെയ്തത്. ബ്ലൂ ചിപ്പ് ഫണ്ടുകളും അതുപോലെ മിഡ് ക്യാപ് ഫണ്ടും ഒരു സ്മോൾ ക്യാപ് ഫണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ 20% മുകളിലേക്ക് ലോങ് ടൈമിലേക്ക് കിട്ടും. പക്ഷേ നമ്മൾ വളരെ കുറച്ച് റിട്ടേൺ ആണ്, 15% മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇർഷാദിനും 45-ാമത്തെ വയസ്സിൽ 3.85 CR ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ. അതായത് 3.85 ലക്ഷം രൂപ ഉണ്ടാകും. ഇർഷാദ് പറഞ്ഞ പോലെ 2 വർഷം ഇർഷാദിന് അതൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉള്ളത് കൊണ്ട് തന്നെ 47-ാമത്തെ വയസ്സാകുമ്പോൾ അത് 5.09 CR ആകും. അതായത് 5.9 ലക്ഷം രൂപയായിട്ട് വളർന്നിട്ടുണ്ടാകും. ഇനിയും ഈ എമൗണ്ടിൽ നിന്നാണ് ഇർഷാദിന് ഓരോ മാസവും എത്ര വേണ്ടത്, 3 ലക്ഷം രൂപ വെച്ച് ലൈഫ് ടൈം വേണ്ടത്. അതായത് ഈ 5.9 ലക്ഷം രൂപയിൽ നിന്ന് നമുക്ക് SWP എന്ന പറയുന്ന പ്ലാൻ അപ്ലൈ ചെയ്യാം. അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ആ പ്ലാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസവും 3 lakhs rupees നമ്മുടെ അക്കൗണ്ടിൽ എത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് SWP പ്ലാൻ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ ഇർഷാദ് 5.9 ലക്ഷം രൂപ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ അദ്ദേഹത്തിന് SWP പ്ലാൻ വഴി ഓരോ മാസവും 3 lakhs വെച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് SWP പ്ലാൻ വഴി അത് വർക്കൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു 12% ഏറ്റവും കുറഞ്ഞൊരു റിട്ടേൺ ആണ് നമ്മൾ അപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരുപാട് കൂടിയ എമൗണ്ട് ഇട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് 12% ഇച്ചിട്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അങ്ങനെ അത് ലൈഫ് ടൈമായിട്ട് ലൈഫ് ടൈമായിട്ട് അദ്ദേഹം ആ 3 lakhs അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു 20 വർഷം അദ്ദേഹം അച്ചീവ് ചെയ്തെന്നിരിക്കട്ടെ. അതായത് 47 വയസ്സ് മുതൽ അദ്ദേഹം അതിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 67 വയസ്സായെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഓരോ മാസവും 3 ലക്ഷം രൂപ വെച്ച് അദ്ദേഹം വിഡ്രോ ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് വളർന്ന് 25.47 CR ആയിട്ടുണ്ടാവും. അതായത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുന്നു, ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വലിയ മാജിക്കാണ്. വെറും 20,000 രൂപ വെച്ച് 20 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 5 കോടി രൂപയോളം ഉണ്ടാകും. ഇത്
ഇത് എവിടെ നിക്ഷേപിച്ചാലും കിട്ടുന്നില്ല, SIP ആയിട്ട് നിക്ഷേപിക്കുന്ന കാര്യമാണ്. അതിന് SWP വഴി 3 ലക്ഷം രൂപ വെച്ച് അദ്ദേഹം വിഡ്രോ ചെയ്താലും അടുത്ത 20 വർഷത്തേക്ക് അദ്ദേഹം എടുത്താലും 25 CR ബാലൻസ് ഉണ്ടാകും 67ാമത്തെ വയസ്സിൽ. ഇനി അത് 80 വയസ്സൊക്കെ ആകുമ്പോൾ അത് വീണ്ടും കൂടി ഒരുപാട് മുകളിലേക്ക് പോകും. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ശരിക്കും ജീവിതം വളരെ സെറ്റാക്കി ജീവിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 35 വയസ്സാണ്, നിങ്ങൾക്ക് ഇനി ഇതൊക്കെ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 50 വയസ്സിൻ്റെ അടുത്ത പ്ലാൻ നിങ്ങൾക്കും ചെയ്യാം. 50 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്കും ഇതുപോലത്തെ പ്ലാൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രായം എത്രയാണെന്നോ, നിങ്ങളുടെ ഡ്യൂറേഷൻ എത്രയാണെന്നോ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണെന്നോ ഉള്ളതല്ല, മറിച്ച് മികച്ചൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതും ആ ഗോളിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഡിസിപ്ലിനായിട്ട് വളരെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അറിവുകൾക്കും ഇങ്ങനെയുള്ള ഗോൾ സെറ്റ് ചെയ്യാനും ഇങ്ങനെ മികച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി കോൺടാക്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഓരോ പ്രവാസിയും പ്രവാസി ജീവിതമൊക്കെ ആഗ്രഹിച്ച് വലിയ ആഗ്രഹങ്ങളുമായി നിങ്ങൾ പ്രവാസിയാകുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. പക്ഷേ പ്രവാസി ജീവിതമൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെ വേണ്ടാത്ത ലയബിലിറ്റീസ്, വീട് വെക്കുക, ആഡംബരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോവുക, ഇതൊക്കെ വേണ്ടെന്നല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. ഒരു വീട് അത്യാവശ്യമാണ്, ജീവിതത്തിൽ സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ അമിതമായിട്ട് ലയബിലിറ്റിയിലേക്ക് പോകാതെ ഒരു ചെറിയ എമൗണ്ടെങ്കിലും ഓരോ മാസവും മാറ്റി വച്ചാൽ പിന്നീടുള്ള ലൈഫ് ലോങ് ജീവിതം വളരെ ആസ്വദിച്ച് ആരുടെയും പക്കൽ കൈ നീട്ടാതെ സുഖകരമായി ജീവിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.